ശബരിമല ക്ഷേത്രത്തിലെ സ്വർണ്ണ ഉരുപ്പടികൾ കാണാതായതും അവ വിദേശത്തേക്ക് കടത്തിയെന്നതുമായ ആരോപണങ്ങളിൽ പുതിയ വഴിത്തിരിവുകൾ ഉണ്ടാകുന്നതും ഒരു പ്രവാസി വ്യവസായിയുടെ മൊഴിയോടെയാണ്. മുൻ പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തലയുടെ സുഹൃത്തുകൂടിയായി പത്തനംതിട്ട സ്വദേശിയുടെ മൊഴി കേസിലെ ഗൂഢാലോചനയുടെ വ്യാപ്തി വ്യക്തമാക്കുന്നു. നേരത്തെ കേസിൽ വിഗ്രഹക്കടത്താണ് നടന്നതെന്ന രീതിയിലായിരുന്നു വാർത്തകൾ പ്രചരിച്ചിരുന്നത്. എന്നാൽ സ്വർണ്ണ ഉരുപ്പടികളുടെ വിപണനമാണ് നടന്നതെന്ന് പ്രവാസി വ്യവസായി SITക്ക് നൽകിയ മൊഴിയിൽ വ്യക്തമാക്കുന്നു. ഒന്നാം പ്രതി ശബരിമല മുൻ ശാന്തിക്കാരനുമായ ഉണ്ണികൃഷ്ണൻ പോറ്റിയും തമിഴ്നാട് സ്വദേശിയായ D മണിയും തമ്മിൽ തിരുവനന്തപുരത്ത് വെച്ച് സ്വർണ്ണ ഉരുപ്പടികൾ കൈമാറ്റം നടന്നുവെന്നാണ് മൊഴി. ഈ ഇടപാടിനായി പ്രതികൾ ആദ്യം സമീപിച്ചത് തന്നെയായിരുന്നുവെന്നും എന്നാൽ അതിന്റെ ഗൗരവം മനസ്സിലാക്കി താൻ പിന്മാറുകയായിരുന്നുവെന്നും അദ്ദേഹം വെളിപ്പെടുത്തി. ഈ മൊഴിയാണ് അന്വേഷണ സംഘത്തെ തമിഴ്നാട്ടിലെ ദിണ്ടിഗലിലേക്ക് എത്തിച്ചത്. അന്വേഷണത്തിൽ ഏറ്റവും ഞെട്ടിക്കുന്ന വിവരങ്ങൾ പുറത്തു വന്നത് ദിണ്ടിഗൽ സ്വദേശിയായ M സുബ്രഹ്മണ്യം എന്ന D മണിയെക്കുറിച്ചാണ്. കേവലം 7 വർഷം മുമ്പ് ദിണ്ടിഗലിൽ ഒരു സാധാരണ ഓട്ടോ ഡ്രൈവർ ആയിരുന്ന മണി എന്നും അറിയപ്പെടുന്നത് ഡയമണ്ട് മണി എന്നാണ്. ശതകോടികളുടെ ആസ്തിയാണ് ഇയാൾക്ക് ഈ ചുരുങ്ങിയ കാലയളവിനുള്ളിൽ ഉണ്ടായത്. റിയൽ എസ്റ്റേറ്റ് ബിസിനസ് ഒരു മറയാക്കി നിർത്തി അന്താരാഷ്ട്ര വിഗ്രഹ സ്വർണ്ണക്കടത്ത് സംഘങ്ങളുമായി മണിക്ക് അടുത്ത ബന്ധമുണ്ടെന്നാണ് പോലീസ് വിലയിരുത്തുന്നത്. അതീവ ജാഗ്രതയോടെയാണ് മണി പ്രവർത്തിച്ചിരുന്നത്. സ്വന്തം പേരിൽ സിം കാർഡുകൾ എടുക്കാറില്ല. ബാലമുരുകൻ എന്ന തയ്യൽക്കടക്കാരന്റെ പേരിലുള്ള സിം കാർഡാണ് ഇയാൾ ഉപയോഗിച്ചിരുന്നത്. തമിഴ്നാട്ടിലെ ഉന്നത രാഷ്ട്രീയ നേതൃത്വങ്ങളുമായി മണിക്ക് അടുത്ത ബന്ധവുമുണ്ട്. കേരള പോലീസ് മണിയെ ചോദ്യം ചെയ്യാൻ ദിണ്ടിഗലിൽ എത്തിയപ്പോൾ ആദ്യം സഹായിച്ച തമിഴ്നാട് പോലീസ് പെട്ടെന്ന് പിന്മാറിയത് ഈ രാഷ്ട്രീയ സ്വാധീനത്തിന്റെ തെളിവായി ചൂണ്ടിക്കാണിക്കപ്പെടുന്നു. കേസിലെ ഒന്നാം പ്രതിയായ ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് അന്താരാഷ്ട്ര വിഗ്രഹക്കടത്ത് സംഘങ്ങളുമായി ബന്ധമുണ്ടെന്ന് തെളിയിക്കുന്ന ഡിജിറ്റൽ തെളിവുകൾ അന്വേഷണ സംഘത്തിന് ലഭിച്ചിട്ടുമുണ്ട്. മണിയുടെ അനുയായിയായ ശ്രീകൃഷ്ണനെ പോറ്റി നിരവധി തവണ ഫോണിൽ വിളിച്ചതിന്റെ രേഖകളും പോലീസ് ശേഖരിച്ചു. ശബരിമലയിലെ ദർശന വേളയിലാണ് ഇവർ തമ്മിൽ പരിചയപ്പെട്ടതെന്നാണ് സൂചനയെങ്കിലും അത് സ്വർണ്ണക്കൊള്ളയ്ക്കുള്ള ഒരു ആസൂത്രിത നീക്കമായിരുന്നുവെന്ന് പോലീസ് കരുതുന്നു. കേസിൽ അറസ്റ്റിലായ ചെന്നൈ സ്മാർട്ട് ക്രിയേഷൻസ് ഉടമ പങ്കജ് ഭണ്ഡാരി, ബെല്ലാരിയിലെ ജ്വല്ലറി ഉടമ ഗോവർദ്ധൻ എന്നിവരെ കസ്റ്റഡിയിൽ വാങ്ങി ചോദ്യം ചെയ്യുന്നതോടെ കൂടുതൽ വിവരങ്ങളും പുറത്തുവരും. സ്വർണം എവിടെയാണ് ഒരുക്കിയതെന്നും എങ്ങോട്ടാണ് വിദേശത്തേക്ക് കടത്തിയതെന്നും കണ്ടെത്താൻ ഇവരുടെ മൊഴികൾ നിർണായകമാകും. ശബരിമല പോലെ അതീവ സുരക്ഷയുള്ള ഒരു സ്ഥലത്ത് നിന്നും സ്വർണ്ണ ഉരുപ്പടികൾ എങ്ങനെ പുറത്തെത്തിച്ചു എന്നത് ഇപ്പോഴും ദുരൂഹമാണ്. ഈ അന്വേഷണത്തിൽ പോലീസ് നേരിടുന്ന പ്രധാന വെല്ലുവിളികൾ ഇവയാണ്. മുൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് A പത്മകുമാർ നൽകിയ മൊഴിയിൽ പല പ്രമുഖരുടെയും പേരുകൾ പരാമർശിച്ചിട്ടുണ്ട്. എന്നാൽ അവരെ ചോദ്യം ചെയ്യാൻ അന്വേഷണ സംഘത്തിന് ഇതുവരെ സാധിച്ചിട്ടില്ല. രാഷ്ട്രീയ സമ്മർദ്ദമാണ് ഇതിന് പിന്നിലെന്ന ആരോപണമുണ്ട്. ദേവസ്വം ബോർഡ് അംഗങ്ങൾ ഉൾപ്പെടെയുള്ള 8ാം പ്രതി സ്ഥാനത്തുള്ളവരെ ചോദ്യം ചെയ്യാൻ സാധിക്കാത്തത് അന്വേഷണം വഴിമുട്ടിക്കുന്നു. സ്വർണം വിദേശത്തേക്ക് കടത്തിയ സാഹചര്യത്തിൽ ദുബായ് അടക്കമുള്ള രാജ്യങ്ങളിൽ അന്വേഷണം നടത്തേണ്ടതുണ്ട്. കേരള പോലീസിന് മാത്രമായി ഇത് സാധ്യമാവില്ല. സ്വർണ്ണക്കൊള്ളയുടെ വ്യാപ്തിയും അന്താരാഷ്ട്ര ബന്ധങ്ങളും കണക്കിലെടുത്ത് കേസ് CBIക്ക് വിടണമെന്ന ആവശ്യം ശക്തമാവുകയാണ്. വിദേശ രാജ്യങ്ങളിൽ പോയി തെളിവുകൾ ശേഖരിക്കാനും അന്താരാഷ്ട്ര വിഗ്രഹക്കടത്ത് സംഘങ്ങളെ പിടികൂടാനും CBIക്ക് കൂടുതൽ നിയമപരമായ അധികാരങ്ങളുണ്ട്. തമിഴ്നാട് പോലീസിന്റെ നിസ്സഹരണം പോലുള്ള സംഭവങ്ങൾ ലോക്കൽ പോലീസ് അന്വേഷണത്തിന്റെ പരിമിതികൾ വ്യക്തമാക്കുന്നു. കോടിക്കണക്കിന് ഭക്തരുടെ വിശ്വാസവുമായി ബന്ധപ്പെട്ട വിഷയമായതിനാൽ നിഷ്പക്ഷമായ ഒരു അന്വേഷണം അനിവാര്യമാണ്. ശബരിമലയിലെ സ്വർണ്ണ ഉരുപ്പടികൾ നഷ്ടപ്പെട്ടത് ഒരു കേവല മോഷണമല്ല, മറിച്ച് വ്യവസ്ഥാപിതമായ ഒരു കൊള്ളയാണ്. ഓട്ടോ ഡ്രൈവറിൽ നിന്നും ശതകോടീശ്വരനായി മാറിയ D മണിയെപ്പോലെയുള്ളവരുടെ വളർച്ച അന്വേഷിച്ചാൽ മാത്രമേ ഈ മാഫിയയുടെ വേരുകൾ കണ്ടെത്താൻ കഴിയൂ. ഭക്തർ സമർപ്പിച്ച കാണിക്കകളും ആഭരണങ്ങളും വിദേശത്തെ സ്വകാര്യ ശേഖരങ്ങളിലേക്കും ജ്വല്ലറികളിലേക്ക് എത്തിയെങ്കിൽ അത് കേരളം കണ്ട ഏറ്റവും വലിയ ആത്മീയ കൊള്ളയായി മാറും. SIT നടത്തുന്ന ചോദ്യം ചെയ്യലുകളും കോടതികളിൽ സമർപ്പിക്കുന്ന കസ്റ്റഡി അപേക്ഷകളും വരും ദിവസങ്ങളിൽ ഈ കേസിൽ നിർണായകമായ വെളിപ്പെടുത്തലുകൾക്കും കാരണമാകുമെന്നും പ്രതീക്ഷിക്കുന്നു. സത്യം പുറത്തു വരുന്നത് വരെ വിശ്വാസി സമൂഹം അതീവ ജാഗ്രതയോടെയാണ് ഈ വാർത്തകളെ നോക്കിക്കാണുന്നത്.